അപ്പോൾ നമ്മൾ ഇവരുടെ ഫ്ലാറ്റിലാട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടോ, നമ്മൾ ഡെറാഡൂണിൽ വന്നതും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഇത് അമിത് റൈറ്റ്, അമിത് ദിവാകർ കേട്ടോ, നമ്മുടെ ഹർക്കിദുൺ ട്രക്കിൻ്റെ ഗൈഡാണ്. നമ്മൾ നാളെയാണ് ട്രക്കിന് പോകാൻ പോകുന്നത്. ബ്രോ ചോക്ക് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. വണ്ടീൻ്റെ നമ്മുടെ ഫോഗ് ലാമ്പ് ഒന്ന് ശരിയാക്കണം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. എന്താ നോക്കട്ടെ, വണ്ടി ഓണാവുന്നില്ല. യാ I'm going to repair that fog lamp. Okay. So I taken him. No problem. Yeah. He's a very little boy. Okay. He know everything. You know the workshop? Yeah. Okay. He's also a mechanic. Okay. What yourself, buddy? മാസ്ക് വേണം കേട്ടോ. ഇവിടെ ഞാൻ മാസ്ക് എടുത്തേ. മാസ്ക് ഇട്ടിട്ടില്ലെങ്കിൽ പോലീസ് മാസ്ക് ഇട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കും. ഈ സ്ഥലം കണ്ടില്ലേ? നമ്മളിപ്പോൾ ഉള്ളതേ ഡെറാഡൂണിൽ നമ്മൾ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ അടിച്ചു കൊടുത്താൽ റോബേസ് കേവ് എന്ന് പറഞ്ഞൊരു കേവ് വരും. അതായത് കള്ളന്മാരുടെ ഗുഹ. അപ്പോൾ ഞാനത് പല സ്ഥലത്തും ഇതുപോലെ കണ്ടു. അതുപോലെ പല സ്ഥലത്തും ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരു ബാങ്ക് കൊള്ളടിക്കാൻ വേണ്ടി കുറേ കള്ളന്മാർ ഒരു 4 സംഘം ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു കേവ് ഉണ്ടാക്കിയിട്ട് അവരെ പോലീസ് പിടിച്ചിട്ട് അവരെ ആ കേവിലിട്ടിട്ട് തന്നെ കൊന്നു. അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാനും കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് ആൾക്കാരിങ്ങനെ പറഞ്ഞ് എന്തോ ആണ്, പണ്ട് കള്ളന്മാർ ഒളിച്ചിരിക്കുന്ന അങ്ങനെ എന്തോ യൂസ് ചെയ്യുന്ന എന്തോ ഒരു കേവാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നേ കേട്ടോ നമ്മളിവിടെ. അത് നമ്മളെ കൊണ്ടുവന്നത് അമിത്തിനെ കണ്ടോ? നേരത്തെ മുഖം കണ്ടില്ല. അമിത്താണ് നമ്മളെ നാളെ തൊട്ടുള്ള ഹർക്കിദുൺ ട്രക്കിന് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അമിത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു അതിന് അങ്ങോട്ടുള്ള വീഡിയോകളിലെല്ലാം അമിത്തുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ആട്ടോ. യാ വി ക്യാൻ ഗോ. ആക്ച്വലി വിച്ച് പ്ലേസ് ഈസ് ദിസ്? This is Guchupani, Rohos Cave. Guchupani. ആഹാ, എന്താ നോക്കി നോക്കാം. എന്താ വെൽക്കം ടു ഗുച്ചുപാനി. ഓക്കെ, വി വാണ്ട് ടു ടേക്ക് ടിക്കറ്റ് റൈറ്റ്. വെൽക്കം ടു ഗുച്ചുപാനി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. റോബേസ് കേവ് കണ്ടില്ലേ? 35 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ്. സംഭവം വന്നപ്പോൾ പറഞ്ഞാൽ നമ്മൾ കുറേ നടക്കണം കേട്ടോ. അതുപോലെ വെള്ളത്തിലൂടെ നടക്കാനൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ? വിച്ച് റിവർ ഇസ് ദിസ്? This is not a river. This is just a waterfall. Okay, that's only. The other forest area. Is a forest or something? This is forest area. Okay. ഒരു ഫോറസ്റ്റിനുള്ളിലേക്കാണ് പോകുന്നത്. ഒരു പാർക്ക് പോലെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ കുറച്ച് ഉള്ളിലേക്ക് പോകാണ്ട് 2 കിലോമീറ്റർ നടക്കണം എന്നാണ് പറഞ്ഞത്. ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ടു റീച്ച് ദർ? We will already reach. അല്ല, ടു ദ ലാസ്റ്റ് പോയിന്റ്. To the last point, 1 kilometer up. That's problem. ചെറിയൊരു ട്രക്കിങ്. അതെ, പോകുന്ന വഴിക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ സ്ഥലത്തെത്തി. ഹൗ മെനി? ഓ, ദിസ് കേവ് ഈസ് ലോങ് റൈറ്റ്? ദിസ് ഈസ് ഫോർ റെന്റ്. ചെരുപ്പ് ഇവിടെ റെന്റിന് കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് ഫോർ റെന്റ്. ഓക്കെ. 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഗുഹ എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, മൊത്തം പാറയായിട്ടുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ഇതിനകത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഷൂ നനയും. വെള്ളത്തിൽ കൂടെ, ഈ വെള്ളത്തിൽ കൂടെ വേണം നമ്മൾ പോകാൻ. അവിടെ ചെരുപ്പ് റെന്റിനൊക്കെ കിട്ടും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് അവിടെ വരെ പോയിട്ട് കുറച്ച് ഷോട്ട് എടുത്തിട്ട് തിരിച്ചു വരാം. ഷൂ ഊരിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലെയാണ് ഇറങ്ങുന്നത്. ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും എന്തായാലും. ആൾക്കാരൊക്കെ കൂളായിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. സംഭവം ഇത് കണ്ടല്ലേ? വാവ്, ഇതിൻ്റെ ഉള്ളിലേക്ക് അടിപൊളിയാട്ടോ. ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? ഇതൊക്കെ മേലേക്ക് നോക്ക്. ഇതൊരു മലേൻ്റെ ഇടുക്കിലാട്ടോ. ഗുഹ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരുപാടുണ്ട്. അങ്ങോട്ട് പോകണം. അവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുക. അത് കണ്ടോ, പുറത്തോട്ടുള്ള കാഴ്ച ഉണ്ടല്ലേ. ഞാൻ ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഓ, ഇത് പൊളിയാട്ടോ. അങ്ങോട്ട് നോക്കി, നിങ്ങൾക്ക് കറക്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ. ഫുള്ള് രണ്ട് സൈഡും ഇങ്ങനെ പാറയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വഴിയുണ്ട്. കുറേ ദൂരം ഉള്ളിലേക്ക് പോകും. ആൾക്കാർ ഉള്ളിൽ നിന്ന് വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇരുട്ടാവും. 7 മണി വരെ ഇവിടെ പ്രവേശനമുള്ളൂ. ഈ വെള്ളത്തിനൊക്കെ തണുപ്പുണ്ടല്ലോ ഇവിടെ ഉള്ള ഈ പാറയ്ക്ക് കേട്ടോ. ഇതേ കയറി നിൽക്കുമ്പോഴാണ് തണുപ്പ് കൂടുതൽ. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ഉള്ളിൽ പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ആൾക്കാർ തിരിച്ച് ഇറങ്ങി വരുന്ന കാണാം കേട്ടോ. ആ ഉള്ളിലേക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഗുഹയാണ്. പണ്ട് കള്ളന്മാരൊക്കെ ഒളിച്ചിരിക്കാൻ ഉപയോഗിച്ച സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതുണ്ടല്ലേ, ഇതൊരു മലയാണ്, ഇതൊരു മലയാണ്. ആ 2 മലേൻ്റെ ഇടുക്കിലാട്ടോ സംഭവം. അടിപൊളിയാണ്. ഉള്ളിലേക്ക് പോയാൽ നൈസാവും. ഞങ്ങളിതാ തിരിച്ചു പോകാട്ടോ. ഇരുട്ടായി. നമ്മൾ വെറുതെ ഒന്ന് വന്നതാണ്. ഇത് ഡെറാഡൂണിന് ഏകദേശം ഒരു 10-15-20 കിലോമീറ്ററിന് അടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങ് പോകുന്നതാണ്. ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയപ്പോൾ സംഭവം വെറുതെ 35 രൂപ ടിക്കറ്റിനും 20 രൂപ വണ്ടിക്കും പോയി. നമ്മൾ കാണാനായിട്ട് വന്നത് നൈസാണ്. അതുപോലെ ഒക്ടോബറാണ് സീസൺ. ഒക്ടോബറിലാകുമ്പോൾ മൺസൂൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളിലുണ്ട്. അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം കാര്യങ്ങളൊക്കെ അതിനൊക്കെ 20 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആൾക്കാർ എൻജോയ് ചെയ്യാനും കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലമാട്ടോ. സമയം 5:15 കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പരിപാടികളൊക്കെ ഇവിടുത്തെ 5 മണിക്ക് മുന്നേ തീർക്കണം. ഇപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനി നമുക്ക് ഡെക്കാത്തലോണിലൊന്ന് പോകണം. കുറച്ച് ഇത് തെർമൽസ് വാങ്ങണം. നമ്മളിതുവരെ അതൊന്നും യൂസ് ചെയ്തില്ല. ഇനി അങ്ങോട്ട് ഫുള്ള് നമുക്ക് തണുപ്പും സ്നോയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങണം. നമ്മൾ അമിത്തിന് ഇവർക്കാണെങ്കിൽ അറിയാം കറക്റ്റ് എന്താണ് വേണ്ടതെന്നുള്ളത്. ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അമിത്തിനെ കൊണ്ട് പോയിട്ട് നമുക്ക് വേണ്ട ഒരു ഇന്നർ എന്തെങ്കിലും വാങ്ങണം തെർമലായിട്ടുള്ളത്. നമ്മളിത് ഡെറാഡൂണിലെ ഡെക്കാത്തലോണിൻ്റെ മുമ്പിലാട്ടോ. ചെറിയ ബിൽഡിംഗ് ആണേ. നമ്മുടെ അടുത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ വാട്ട് എനിത്തിങ് വിച്ച് വാണ്ട് ടു കവർ ബോഡി ഫുൾ cover body. Want a jacket? No jacket. It's inner Full sleeve. See, we can use. You can use as a thermal. Okay, it's better. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. മൂപ്പർക്ക് അറിയാവുന്നതാണ്. മൂപ്പരെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ടെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലോവറാണ്. ഓക്കെ, ഇതേ ടെൻറ്റുകളൊക്കെ ഇരിക്കുന്നു. ഇതേ ഇവിടെ കണ്ടോ, ചെറിയൊരു ടെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഓരോ ട്രക്കിന് വേണ്ട ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകാനുള്ള സാധനങ്ങൾ ഇതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ കേദാർത്തൽ ട്രക്ക്, ഹർക്കിദൂൺ ട്രക്കിന് വേണ്ട സാധനങ്ങൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡും എത്ര ദിവസം എടുക്കുന്നുള്ളതും ബെസ്റ്റ് സീസണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളും ബെസ്റ്റ് സീസണിൽ തന്നെ പോകുന്നത്, നവംബർ. അപ്പോൾ നമ്മൾ അകത്തിടാനുള്ള ഒരു അപ്പറും ലോവറും വാങ്ങിച്ചു കേട്ടോ. തെർമൽസാണ്. ഏകദേശം 1000 രൂപയായി രണ്ടും കൂടെ. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ വന്നു. കാര്യമായിട്ട് ഒന്നും ഈ കഴിഞ്ഞ 2 വീഡിയോയിൽ ഇല്ലയെന്നറിയാം. വെറുതെ ഷൂട്ട് ചെയ്തതാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്ക് ഞാൻ ഹർക്കിദൂൺ ട്രക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും. 7 ദിവസത്തേക്ക് നമുക്ക് റേഞ്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസം വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട് വേണേൽ പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഒരു വീഡിയോ എടുത്ത് ലെങ്ത് ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല എന്നറിയാം. ആദ്യം തന്നെ അതിനൊരു സോറി പറയട്ടെ. അപ്പോൾ എന്തായാലും ഇനി മുതൽ നല്ല വീഡിയോസ് ഉണ്ടാവും. ഹർക്കിദൂൺ ട്രക്കിൻ്റെ വീഡിയോസ് ഉണ്ടാവും, സ്നോ കിട്ടി അതിൻ്റെ ഉണ്ടാവും, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത വീഡിയോ ഒക്കെ കാണണം കേട്ടോ. അടുത്ത വീഡിയോ ഹർക്കിദൂൺ ട്രക്കിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരാഖണ്ഡ് മൊത്തത്തിലൊന്ന് കറങ്ങണം. നമ്മുടെ ട്രാവൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇന്ന ഡേറ്റിന് പോകണം എന്നുള്ളത് കൊണ്ട് എല്ലാം അങ്ങനെ പ്രോപ്പറായിട്ട് നടന്നു. ഇനിയിപ്പോൾ ഈ ട്രിപ്പ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. വേറെ ഒരു പരിപാടിയും ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എവിടെ പോകണമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ മൂപ്പര് ഋഷഭ് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ടില്ല, അതൊക്കെ സെറ്റാക്കണം ഇനിയിപ്പോൾ എവിടുന്നേലുമൊക്കെ. അതേപോലെ വണ്ടിൻ്റെ ഫോഗ് ലാമ്പ് ശരിയാക്കിയിട്ടില്ല. ഒന്നിനും നേരം കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഡെറാഡൂൺ കറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം ഇവിടെ നിന്നു. മൊത്തം ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് കണ്ട് ഈ ഒരു 7 വീഡിയോസ് നമ്മുടെ ജൂൺഗിരി എന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും വലിയ, ട്രാവലിൻ്റെ കൂടെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഡെയിലി വീഡിയോ ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പലരും ലെങ്ത്ത് കൂട്ടാൻ പറയുന്നുണ്ട്. പക്ഷേ ലെങ്ത്ത് കൂട്ടുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കൂടെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം അവിടെ വേണം. അതുകൊണ്ടാണ് ലെങ്ത്ത് കൂട്ടാൻ പറ്റാത്തത്. മെല്ലെ ഒന്ന് ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ
ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും പുതിയ വീഡിയോസൊക്കെ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് ശങ്കരിയിലേക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. ശങ്കരി വില്ലേജിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രാവലറിലാണ് പോയത്. നാളെ ഇവിടുന്ന് ഒരു ടീം പോകുന്നുണ്ട്. ആ ടീമിൻ്റെ ഒപ്പമാണ് എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടുന്ന് എൻ്റെ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്. പലരും ഇന്നാണ് ഞാൻ ലൈവ് വന്നായിരുന്നു നമ്മുടെ SarOutdoorsൻ്റെ ഓണറിനെ കൊണ്ട്. അപ്പോൾ പലരും ചോദിച്ചു വണ്ടിക്ക് പോവുകയാണെങ്കിൽ വണ്ടി സേഫ് ആണോ അല്ലയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട് ശങ്കരിൽ ഇടാൻ പോവുകയാണ്. നോക്കാം, നമുക്ക് ഒരു 7 ദിവസം വണ്ടി അവിടെ കിടക്കും. സേഫ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിലുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി.